ഹലോ, അനമാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജൂൺ 5, നമ്മുടെ ദേശീയ പരിസ്ഥിതി ദിനം ആണ് ജൂൺ 5. അപ്പം നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഒരുപാട് മെമ്മറീസ്, ആ സമയത്തെ മെമ്മറീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഇന്നൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വലുതായിട്ടൊന്നുമില്ല, ചെറിയ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടായി രാവിലെ പോയിട്ടുണ്ട്, ജോലിക്ക് പോയിട്ടുണ്ട്. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ 3 പേരും കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. നീലൂട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നിൽക്കുക. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഓണറമ്മയെ കണ്ടപ്പോഴും അവനെ അങ്ങ് പോകണമെന്നും പറഞ്ഞ് അച്ഛമ്മ എടുക്കെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ കുറേ നേരം അമ്മയോട് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്? വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ എന്ന് പറയുന്നത് ഇന്നാണ് ആ ദിവസം. അപ്പോൾ ഇന്ന് വിചാരിക്കുന്നത് നീലൂട്ടനെ കൊണ്ടൊരു മരമൊക്കെ നടിയിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ചേട്ടായി പോയതിന് ശേഷം നീലൂട്ടനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി, ഉടുപ്പ് നിക്കറൊക്കെ ഇട്ടു. ഇനി പൗഡറൊക്കെ ഇടണം, പൊട്ടൊക്കെ ഒന്ന് തൊടണം. പൊട്ടില്ല കേട്ടോ എൻ്റെ ഐലൈനർ. ഈ കൊച്ചെറുക്ക് എവിടെയോ കൊണ്ടുവന്ന് കളഞ്ഞേക്കും എൻ്റെ ഐലൈനർ. അപ്പോൾ അത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ണാടി നോക്കണം. കുളിച്ചൊരുങ്ങിക്കഴിഞ്ഞാൽ അവന് കണ്ണാടി നോക്കണം, അത് മസ്റ്റാണ്. അത് കഴിഞ്ഞപ്പോൾ കൊണ്ട് എന്നോട് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ അനുചേട്ടൻ വന്നപ്പോഴേ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ തൊട്ട് അവൻ അതിൻ്റെ പുറകെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ കലാപരിപാടിയിലോട്ട് കടക്കുക കേട്ടോ. അപ്പോൾ നീലൂട്ടനെയും കൊണ്ട് ഒരു മരത്തിൻ്റെ ഒരു തൈ നടിയിക്കാനൊരാഗ്രഹം എനിക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസം. അപ്പം നീലൂട്ടനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇത് ഒരു ഒരു തണൽ മരം കേട്ടോ. കുഞ്ഞ് കുരുവികൾ കഴിക്കുന്ന കുഞ്ഞ് കായുണ്ടാക്കുന്ന ഒരു മരമായത് വലുതാവുമ്പോൾ. അപ്പം അതിൻ്റെ ഒരു തൈ നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ ഡ്രമ്മിനകത്ത്. അപ്പോൾ അതെടുത്തിട്ട് നീലൂട്ടനെ കൊണ്ട് അത് നടിയിക്കാമെന്ന് വിചാരിച്ചു. അവനും ഭയങ്കര സന്തോഷമായി കേട്ടോ. അവനും ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരാഗ്രഹമുണ്ട് അവനെ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ അവന് ഭയങ്കര ഇഷ്ടമായി ചെടി നടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ചെടി നടുമ്പോഴാണെങ്കിലും ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും അവൻ വന്നിട്ട് ചെയ്യും. ഞാൻ ചെയ്യും പോലെ ചെയ്യാറുണ്ട്. അപ്പം വലുതായാലും വലിയ ആളായാലും അങ്ങനെ ഒരു സ്നേഹം പ്രകൃതിയോട് കാണണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അത് ഇനി അവൻ വളരുമ്പം എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ഇപ്പം എന്തായാലും ആ ഒരു ഇത് ഉണ്ട് ആളിന്. അപ്പോൾ നമ്മുടെ അവിടെ കുറച്ച് പയർ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പയറൊന്ന് പറിച്ച് വെക്കാമെന്ന് വെച്ചു. നാളെ ആയി കഴിഞ്ഞാൽ അതൊന്നും കൂടി മൂത്ത് മുറ്റിപ്പോവും. അപ്പോൾ അതങ്ങ് പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ അതും കൂടി അങ്ങ് നടക്കട്ടെ എന്ന് ചോദിച്ചു. അവൻ നട്ട് വെച്ച് ചെടിയുടെ അടുത്ത് പോയിരിക്കുക കേട്ടോ. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ അകത്ത് കയറി വന്നു. അപ്പോൾ ചേട്ടായി വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കോഴിയുടെ പാർട്സ് ഉണ്ടല്ലോ അത് വാങ്ങിച്ചുകൊണ്ട് വരാം, അപ്പം ചീനി വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നീലൂട്ടൻ ഉറങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നീലൂട്ടനെ ഉറക്കി ഞാൻ. അങ്ങനെ നീലൂട്ടൻ അവിടെ കിടന്ന് നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേന്. അപ്പോൾ അങ്ങനെ ചീനി അരിഞ്ഞ് പെട്ടെന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് വേവുന്ന ലക്ഷണമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറേ വെള്ളം 2-3 വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു വെള്ളം തിളപ്പിക്കും, പിന്നെ ഊറ്റിക്കളയും. അത് ഭയങ്കര കൊഴുപ്പ് പോലെയായിരുന്നു ഈ ചീനി. അങ്ങനെ നീലൂട്ടൻ ഉറങ്ങി എണീക്കുമ്പോൾ കൊടുക്കാനായിട്ടൊരു മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം നല്ല ചൂടാട്ടോ. അപ്പോൾ നല്ല വെള്ളവും കുടിക്കുന്നുണ്ട് ഞാൻ. ഭയങ്കര ദാഹവും ഭയങ്കര ചൂടും ഒക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ചേട്ടായി വന്നു കേട്ടോ. ചേട്ടായി വന്നപ്പോൾ ലിവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കോഴിയുടെ പാർട്സ് ഉണ്ടല്ലോ, ലിവർ മാങ്ങാന്ന് ഇവിടെ പറയും. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. 2 കവർ ഉണ്ടായിരുന്നു. 1 കവർ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ബാക്കി നമുക്ക് 1 കവർ മതി. അപ്പോൾ ഇനി നമ്മുടെ എന്തുവാ ഞാൻ പറയുന്നേ, ഇത് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. അത് പെട്ടെന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു.
അങ്ങനെ നീലൂട്ടൻ അവിടെ വന്ന് നിന്ന് എന്തൊക്കെയോ കുരുത്തക്കേടൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അവനോട് ഏതാണ്ട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചീനി ഇവിടെ വേവിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അത് വേവുന്നേ ഇല്ലായിരുന്നു, എന്തൊക്കെ ചെയ്തിട്ടും അത് വേവുന്നില്ലായിരുന്നു. അവസാനം പിന്നെ ഞാൻ 3ാമത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ തിളച്ചത് ഊറ്റിയിട്ട് അത് അങ്ങനെ കുഴച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്, നമ്മുടെ ചീനിയുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുത്താൽ മാത്രം മതി, വെള്ളം ഊറ്റി കളഞ്ഞിട്ട്. അപ്പോഴത്തേന് ഇനി നമുക്ക് ഉള്ളി വഴറ്റണം. അപ്പുറത്ത് കുക്കറിൽ നമ്മുടെ ലിവറും മാങ്ങയും കൂടെ വേവിക്കാനായിട്ട് വെക്കണം. കാരണം അത് ലിവർ പെട്ടെന്ന് വേവും, പക്ഷെ മാങ്ങ പെട്ടെന്ന് വേവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കുക്കറിൽ ഒരു 3 വിസിലടുപ്പിച്ചു. എന്നിട്ടും അത് നല്ലതായിട്ട് വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കറി അരപ്പൊക്കെ ആക്കി നമ്മുടെ മസാലയൊക്കെ ആക്കിയതിന് ശേഷം അതിലിട്ടിട്ട് വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചീനി ഞാൻ കുഴച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ഇടിച്ച് അതിനെ ഞാനൊരു പരുവമാക്കി കുഴച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ചീനി റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ഞാൻ വേവിച്ച പാർട്സ് എല്ലാം കൂടി മസാലയ്ക്കകത്തോട്ടിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. മിക്സാക്കിയിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആ മസാലയെല്ലാം അതിലൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചു. പിന്നെ വെള്ളം ഒഴിച്ച് നല്ല വേവിച്ചെടുത്തു. അത് റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ കഴിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും 3 പേരും കഴിച്ചു കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ ഒന്ന് തൂത്ത് ബാക്ക് സൈഡിൽ കുറച്ച് തീ ഇടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയ സമയത്ത് ഒന്നും തീ ഇടാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പം 2-3 ദിവസം കൊണ്ട് വെയിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കൂട്ടിയിട്ട് തീ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തീ ഇടാൻ നേരം നീലൂട്ടൻ അവിടെ വന്ന് നിൽപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം തീ നല്ല കത്തുന്ന സമയത്ത് അവന് ഇങ്ങി പോരുന്നു, അവന് പേടിയാണ്. പുകയൊക്കെ ആയതുകൊണ്ട് പുകയുടെ അടുത്തോട്ടൊന്നും അവൻ എത്ര വരത്തില്ല. അപ്പോൾ അവന് പേടിയാണ്. അന്നേരം അതുകൊണ്ട് അവൻ അകത്ത് കയറിപ്പോയി. പിന്നെ ഞാൻ സിറ്റ് ഔട്ട് തൂത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലല്ലോ എന്ന്. 2 ദിവസം കൊണ്ട് നല്ല വെയിലാണ്. അപ്പോൾ ഇന്നലെ ഒന്നും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് നിന്ന സമയത്ത് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഇതായിരുന്നു കേട്ടോ. അത് വന്നിട്ട് എന്നോട് സോപ്പിടുക, എന്നോട് വന്ന് ഡാൻസ് കളിച്ച് കാണിക്കുക കേട്ടോ വെളിയിൽ ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു, ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചൂലിരിക്കുന്ന കണ്ടപ്പോൾ എടുത്ത് നിന്ന് എന്താ പറയുക, ആദിവാസികൾ ഡാൻസ് കളിക്കുമല്ലോ അതുപോലെ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുമായിരുന്നു ആൾ. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് കളിച്ചു. പിന്നെ ഞാനിങ്ങനെ അകത്ത് കയറി തൂത്തുവാരി പിന്നെ എല്ലാം പറക്കി വാരി നിരത്തി ഇട്ടേക്കുമായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അവൻ്റെ കാര്യം. എല്ലാം വലിച്ച് വാരി നിരത്തി ഇടും വീട് മൊത്തം. പിന്നെ അത് പറക്കി മാറ്റിയിട്ട് വേണം നമുക്ക് തൂത്തുവാരിയിട്ട് പിന്നെ എന്തോ ചെയ്തു, പിന്നെ എല്ലാം തുടച്ചു, വീടെല്ലാം തുടച്ചു കേട്ടോ. തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.